ഹലോ എവരിവൺ, നമുക്കിന്ന് ആന്ത്രാനിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ നോക്കാം. ആന്ത്രാനിലിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതാണ് താലിമൈഡ്. എങ്ങനെ നമുക്ക് താലിമൈഡ് പ്രൊഡ്യൂസ് ചെയ്യാം? ആദ്യം നമ്മൾ നാഫ്തലിൻ അതിന് വേണ്ടി എടുക്കുന്നു. അപ്പം നാഫ്തലിൻ എടുത്തു, എന്നിട്ട് നാഫ്തലിൻ്റെ കൂടെ വെനേഡിയം പെൻറ്റോക്സൈഡിൻ്റെ പ്രസൻസിൽ ഓക്സിജൻ്റെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് താലിക് ആസിഡ് കിട്ടുന്നു. കാണാവോ? നമുക്ക് കാണാം. നമുക്ക് താലിക് ആസിഡ് കിട്ടുന്നു. താലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ COOHും ഇവിടെ COOH. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, CH3CO2 O പ്രസൻസിൽ ചെയ്യുമ്പോൾ എനിക്ക് താലിക് അൺഹൈഡ്രേറ്റ് കിട്ടും. C⋯O C⋯O. എന്നിട്ട് ഞാൻ അമോണിയയുടെ പ്രസൻസിൽ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ താലിമൈഡ് കിട്ടും. താലിമൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, CONH CO. ഓക്കെ, ഈ താലിമൈഡിലൂടെ ഞാൻ NaOH കൂടെ വയ്ക്കുന്നു. NaOHൻ്റെ പ്രസൻസിൽ ഞാൻ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഇതാണ് താലിമൈഡ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ഈ NaO ഇവിടെ വരും. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ബെൻസീൻ റിംഗ് ഉണ്ട്. ബെൻസീൻ റിങ്ങിൽ COONA, ഈ NaO ഇവിടെ വരും. എന്നിട്ട് ഈ NHCO ഉണ്ടല്ലോ, അതിവിടെ വരും. ഒരു CONH, ബാലൻസ്ഡ് ഹൈഡ്രജൻ ഇല്ലേ, അപ്പം CONH2. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിനെ വീണ്ടും NaOCl ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, സോഡിയം ഹൈപ്പോക്ലോറൈഡായിട്ട്. സോഡിയം ഹൈപ്പോക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ഓർക്കണ്ട, ഇത് മാത്രം കാണാതെ പഠിച്ചു വെച്ചാൽ മതി. COONA, ഇവിടെ CONH2 വരുന്നു, അതിന് പകരം NH2 വരും. എന്നിട്ട് ഞാൻ ഇതിനെ വീണ്ടും HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് വേണ്ട സാധനം എന്താണ്? ആന്ത്രാനിലിക് ആസിഡാണ് വേണ്ടത്. HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ NAയും Cലും കൂടി ചേർന്ന് NaCl മാറും. എന്നിട്ട് ഈ ഹൈഡ്രജൻ കയറി ഇവിടെ ഇരിക്കും. ദാറ്റ് ഈസ് COOHNH2. ഇതാണ് ആന്ത്രാനിലിക് ആസിഡ്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചതെന്ന്. ഓക്കെ, അപ്പോൾ ഓരോരോ സെക്ഷനായിട്ട് വരാം. നമുക്ക് ആന്ത്രാനിലിക് ആസിഡിന് വേണ്ടി നമുക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ താലിമൈഡാണ്. അതിന് നാഫ്തലിനെ നമ്മൾ വെനേഡിയം പെൻറ്റോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് താലിക് ആസിഡ് കിട്ടും. എന്നിട്ട് അതിനെ നമുക്ക് താലിക് അൺഹൈഡ്രേറ്റ് കിട്ടും. എന്നിട്ട് അമോണിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് താലിമൈഡ് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ NaOH ആയിട്ട് റിയാക്ട് ചെയ്തു, എന്നിട്ട് NaOCl ആയിട്ട് റിയാക്ട് ചെയ്തു, എന്നിട്ട് HCl റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്? ആന്ത്രാനിലിക് ആസിഡ്.